എന്താന്ന് വെച്ചാൽ രണ്ട് കാലഘട്ടം ആകുമ്പോഴത്തേക്ക് ഈ 85-ലെ ക്യാരക്ടർ ഇത്തിരി സട്ടിലായിരുന്നു. 25-ലെ ക്യാരക്ടർ അവന്റെ ഇപ്പോഴത്തെ ക്യാരക്ടറായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പൊ അവന്റെ ആ സട്ടിൽ ക്യാരക്ടർ വരുമ്പം ആ റോൾ പ്ലേ ചെയ്യുമ്പം അവൻ ഇപ്പോഴും പ്രസന്റിലായിരുന്നു. അപ്പം അവൻ എങ്ങനെയാണ് അതിലോട്ട് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ആക്ച്വലി സത്യസന്ധമായിട്ട് പറയാം, ഞാൻ നല്ല വഴക്ക് പറഞ്ഞിരുന്നു സെറ്റില്. നല്ല തെരുവിളിയായിരുന്നു, തെരുവിളിയായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ വഴക്ക് പറയായിരുന്നു, എന്തിനാ ഇങ്ങനെ മക്കളെ മോനെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വഴക്ക് പറയുന്നത്, സെറ്റിൽ ഇങ്ങനെ വഴക്ക് പറയുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ മിണ്ടാടിക്കുക, എനിക്കറിയാം ഞാൻ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ. അപ്പൊ എല്ലാവരുടെ അടുത്ത് വഴക്ക് പറയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇവൻ പോയിട്ട് പ്രിയങ്കന്റെ അടുത്ത് കാര്യം, അമ്മ എന്നെ വഴക്ക് പറയുന്ന എല്ലാവരുടെയും മുമ്പിൽ. അച്ഛൻ്റെ അവന്റെ ആദിനാഥിന്റെ അടുത്തും പോയിട്ട് കംപ്ലൈന്റ് പറയായിരുന്നു. നീ നാട്ടുകാരുടെ മുഴുവൻ കംപ്ലൈന്റ് പറഞ്ഞാലും ഞാൻ നിന്നെ തെറി വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അവന് മനസ്സിലായി ഞാൻ തെറി വിളിക്കാൻ പോവാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ. അപ്പൊ ബേസിക്കലി ആക്ച്വലി അവന്റെ മൂഡ് ഓഫ് ആക്കാനായിരുന്നു ഞാൻ നോക്കിയത്, സോ ദാറ്റ് ഹി ഗെറ്റ്സ് ലിറ്റിൽ ലെസ് ഹൈപ്പർ. അവൻ കുറച്ച് ഹൈപ്പർ ആയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനെ മൂഡ് ഇത്രയും ഭയങ്കര ബാഡ് ആക്കിയിട്ട് അവനെ വിഷമിപ്പിച്ചിട്ട് അപ്പൊ അവൻ ആ സട്ടിൽ റോൾ പ്ലേ ചെയ്തു. പക്ഷെ ഞാൻ തിരിച്ച് പാലക്കാടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ അവൻ അവിടുത്തെ 25-ന്റെ കുട്ടി പോയപ്പോഴത്തേക്ക് അന്ന് ആ ലൊക്കേഷനിൽ ഒറ്റ വഴക്ക് അടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ഈ ട്രിവാൻഡ്രം വെച്ച് ഷൂട്ട് ചെയ്തതിന് എന്നെന്നും അടിയായിരുന്നു, ഞാനും അവൻ തമ്മിൽ പൂരടി.